പിതാവും പുത്രനും പരിശുദ്ധരുഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ഇന്ന് ദൈവഹിതപ്രകാരം ദൈവപ്രസാദം വേദനയിലൂടെ ഒഴുകിയെത്തുമ്പോൾ എന്ന വിഷയത്തെക്കുറിച്ച് തിരുവചനത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈയിടെ ഞാനൊരു സന്ദേശത്തിൽ ഇങ്ങനെയൊരു പ്രസ്താവന കേൾക്കുവാനിടയായി. ദൈവപ്രസാദവും അനുഭവവേദ്യമാകുന്ന വേദനയും പലപ്പോഴും ഒരേ അരുവിലെന്ന പോലെ ഒന്നിച്ചാണ് ഒഴുകുന്നത്. ആദ്യം എനിക്ക് അതിനോട് യോജിക്കാൻ മടിയായിരുന്നു. അതൊരു വൈരുദ്ധ്യമായി എനിക്ക് തോന്നി. ദൈവിക പ്രസാദവും മനുഷ്യൻ്റെ കഷ്ടപ്പാടും ഒരേ സ്രോതസ്സിൽ നിന്ന് എങ്ങനെ വരും? എന്നാൽ കൂടുതൽ പ്രാർത്ഥിക്കുകയും വചനത്തെക്കുറിച്ചും എൻ്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, അതെ, അവ പലപ്പോഴും ഒന്നിച്ചാണ് ഒഴുകുന്നത്. ദൈവം ക്രൂരനായതുകൊണ്ടല്ല, മറിച്ച് അവിടുന്ന് ജ്ഞാനിയും സ്നേഹസ്വരൂപനും നമ്മുടെ ബുദ്ധിക്കും അപ്പുറമുള്ള നിത്യമായ ഉദ്ദേശ്യങ്ങളുള്ളവനും ആയതുകൊണ്ട് ആണ്. എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കട്ടെ. കുട്ടിക്കാലത്ത് ഞാൻ അനുസരണക്കേട് കാണിക്കുമ്പോൾ എൻ്റെ പിതാവ് ചിലപ്പോഴൊക്കെ എന്നെ ശിക്ഷിക്കാറുണ്ടായിരുന്നു. അത് വേദനിപ്പിക്കുന്നതായിരുന്നു. ആ നിമിഷങ്ങളിൽ ഞാൻ അതിനെ വെറുത്തിരുന്നു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോടും ദേഷ്യം തോന്നിയിരുന്നു. എന്നാൽ ഓരോ ശിക്ഷയ്ക്കും ശേഷം എന്നെ ആശ്വസിപ്പിക്കുവാൻ അദ്ദേഹം എൻ്റെ അമ്മയോട് പറയുമായിരുന്നു. എനിക്ക് പ്രത്യേക പരിചരണവും സ്നേഹവും നല്ല വാക്കുകളും ലഭിച്ചിരുന്നു. ആ ശിക്ഷ എപ്പോഴും സ്നേഹത്തിൻ്റെ ഒരു തരംഗത്താലാണ് പിന്തുടരപ്പെട്ടിരുന്നത്. മുതിർന്നപ്പോൾ ആ നിമിഷങ്ങളെ ഒരു ക്രൂരതയായിട്ടല്ല, മറിച്ച് എന്നെ രൂപപ്പെടുത്തുന്നതിനുള്ള സ്നേഹപൂർവമായ ഒരു പ്രക്രിയയായിട്ടാണ് ഞാൻ കണ്ടത്. ഡാഡീസ് ഹാൻഡ്സ്, അപ്പൻ്റെ കരങ്ങൾ എന്ന പാട്ടുപോലെ ഒരിക്കൽ കഠിനമായി തോന്നിയ ആ കൈകൾ സ്നേഹം നിറഞ്ഞതായിരുന്നു എന്നോർത്ത് ഞാൻ ആ നിമിഷങ്ങളെ ഇപ്പോൾ വിലമതിക്കുന്നു. ദൈവത്തിൻ്റെ ശിക്ഷണവും ഇതുപോലെ തന്നെയാണ്. നിത്യതയിൽ നാം തിരിച്ചെത്തുമ്പോൾ നമ്മുടെ ഭൗതിക കഷ്ടപ്പാടുകളെ നാം നോക്കിക്കാണുന്നത് ഇങ്ങനെയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിത്യതയുടെ ആ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ആ പരീക്ഷണങ്ങളെ നമുക്ക് കഷ്ടപ്പാട് എന്ന് വിളിക്കാൻ കഴിയുമോ? നമ്മെ രൂപപ്പെടുത്താൻ ദൈവം നമ്മെ അത്രയധികം സ്നേഹിച്ച നിമിഷങ്ങളായിട്ടല്ലേ നാം അവയെ കാണുക? എബ്രായലേഖനം 12:6-11 വാക്യങ്ങൾ പറയുന്നു, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. ശിക്ഷണം ഒന്നും തൽക്കാലം സന്തോഷകരമായി തോന്നുന്നില്ല, ദുഃഖകരമത്രേ. പിന്നത്തേതിലോ അതിൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കുന്നു. ദൈവപുത്രനായ യേശു പോലും സങ്കല്പിക്കാനാവാത്ത വിധം കഷ്ടപ്പെട്ടു. ഗത്സമനയിൽ വിയർപ്പ് രക്തത്തുള്ളികളായി വീഴുന്നത്ര വേദനയിലായിരുന്നു അവൻ. ഈ പാനപാത്രം നീക്കിത്തരുവാൻ പിതാവിനോട് അപേക്ഷിച്ചെങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ എന്ന് അവൻ പറഞ്ഞു. ലൂക്കോസ് 22:42-44 വരെയുള്ള വാക്യങ്ങൾ. ദൈവപ്രസാദം പൂർണ്ണമായും യേശുവിൻ്റെ മേൽ ഉണ്ടായിരുന്നു. എങ്കിലും മഹത്തായ ഒരു ഉദ്ദേശത്തിനായി വേദന അവൻ്റെ പാതയുടെ ഭാഗമായിരുന്നു. വിശുദ്ധ കന്യാമറിയാം അമ്മയെ ഗബ്രിയേൽ ദൂതൻ കൃപ ലഭിച്ചവളെ ഹൈലി ഫേവേർഡ് എന്ന് വിളിച്ചു. ലൂക്കോസ് 1:28. എങ്കിലും നിന്റെ സ്വന്തം പ്രാണനിൽ കൂടെ ഒരു വാൾ കടക്കും എന്ന് ശിമയോൻ പ്രവചിച്ചു. ലൂക്കോസ് 2:35. ദൈവപ്രസാദവും ആഴമേറിയ വേദനയും ഒരേ സമയം അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എങ്കിലും കന്യാമറിയാം അമ്മ പറഞ്ഞു, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. യോഹന്നാൻ സ്നാപകന്റെ കാര്യമോ? അദ്ദേഹം പറഞ്ഞു, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. യോഹന്നാൻ 3:30. അചഞ്ചലമായ വിശ്വാസത്തിന് അദ്ദേഹത്തിന് ലഭിച്ച പ്രതിഫലം ജയിൽവാസവും രക്തസാക്ഷിത്വവും ആയിരുന്നു. എങ്കിലും സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ എന്ന യേശു അദ്ദേഹത്തെ വിളിച്ചു. മത്തായിയുടെ സുവിശേഷം 11:11. സത്യമെന്തെന്നാൽ പാപമാണ് കഷ്ടപ്പാടുകളെ കൊണ്ടുവന്നത്. തിരുവചനം പറയുന്നു, റോമർ 6:23, പാപത്തിന്റെ ശമ്പളം മരണമത്രേ,
ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപം ദൈവത്തിൻ്റെ പൂർണ്ണമായ ലോകത്തെ, ദൈവത്തിൻ്റെ ശിക്ഷണത്തെയോ പ്രസാദത്തെയോ അല്ല, മറിച്ച് ലോകത്തെയാണ് കലുഷമാക്കിയത്. എന്നാൽ പാപം മൂലമുണ്ടായ തകർച്ചയിലും ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. റോമർ 8:28. അവിടുത്തെ പ്രസാദം പലപ്പോഴും നമ്മെ ശുദ്ധീകരിക്കുന്ന അഗ്നിയായി വന്ന് അവിടുത്തെ മഹത്വം പ്രതിഫലിപ്പിക്കുവാൻ നമ്മുടെ ആത്മാക്കളെ രൂപപ്പെടുത്തുന്നു. മക്കാബ്യരുടെ പുസ്തകത്തിൽ ഒരു കഥയുണ്ട്. യൂദാസ് മക്കാബിയസ് വെറും 6000 പേരുമായി 1,00,000-ലധികം വരുന്ന ശത്രു സൈന്യത്തെ നേരിട്ടു. അദ്ദേഹം തൻ്റെ ആളുകളോട് പറഞ്ഞു, ജയം സൈന്യത്തിൻ്റെ വലിപ്പത്തിലല്ല, മറിച്ച് സ്വർഗത്തിൽ നിന്നുള്ള ശക്തിയിലാണ്. 1 മക്കാബ്യർ 3:19. ആ നിത്യമായ ധൈര്യത്തോടെ അവർ വിജയിച്ചു. കാരണം ആരാണ് കൂടെയുള്ളതെന്ന് തിരിച്ചറിയുമ്പോൾ വേദന ഒരു പരാജയമല്ല, അതൊരു ദൈവപ്രസാദത്തിൻ്റെ യുദ്ധക്കളമായി മാറുന്നു. 2 കൊരിന്ത്യർ 4:17-18 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങളുടെ ഞെരുക്കം നൊടിനേരത്തേക്കുള്ളതും ലഘുവായതുമാകയാൽ അത് ഞങ്ങൾക്ക് അത്യന്തം ഘനമേറിയ നിത്യ തേജസ് ഉണ്ടാക്കി തരുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, ദൈവപ്രസാദവും അനുഭവവേദ്യമാകുന്ന വേദനയും പലപ്പോഴും ഒന്നിച്ചൊഴുകുന്നു. എന്നാൽ ആത്മീയ കണ്ണുകളോടെ നോക്കുന്നവർക്ക് മാത്രമേ ഈ സത്യം സമാധാനവും സന്തോഷവും നൽകുകയുള്ളൂ. നിത്യതയുടെ കാഴ്ചപ്പാടിൽ നാം കൂടുതൽ പരീക്ഷണങ്ങൾ ഏറ്റെടുത്തിരുന്നെങ്കിൽ എന്ന് പോലും നാം ആഗ്രഹിച്ചേക്കാം. കാരണം ദൈവം അവയുടെ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല എന്ന് അന്ന് നാം തിരിച്ചറിയും. അതുകൊണ്ട് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, 70-80 വർഷം നീണ്ടു നിൽക്കുന്ന താൽക്കാലികമായ ഭൗതിക കാഴ്ചപ്പാടിൽ നാം തൃപ്തരാകുമോ? അതോ പ്രപഞ്ച സൃഷ്ടാവിനോടൊപ്പമുള്ള നിത്യമായ സന്തോഷത്തിൽ അവസാനിക്കുന്ന ആത്മീയ കാഴ്ചപ്പാട് നാം തിരഞ്ഞെടുക്കുമോ? യേശുവിനെയും യേശുവിൻ്റെ അമ്മയായ കന്യകമറിയാമിനെയും പോലെ നമുക്കും പറയാം, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ എന്ന്. ഒരു നല്ല പിതാവിൻ്റെ കൈകളിലെ കുഞ്ഞുങ്ങളെപ്പോലെ നമുക്ക് വിശ്വസിക്കാം. ഓരോ വേദനയ്ക്കും ഒരു ഉദ്ദേശ്യമുണ്ട്. ഓരോ കണ്ണുനീരും അവിടുന്ന് കാണുന്നു. ശിക്ഷണത്തിലൂടെ ഒഴുകിയെത്തുമ്പോഴും അവിടുത്തെ പ്രസാദം ഒരിക്കലും നമ്മെ വിട്ടുപോവുകയില്ല. പിതാവിൻ്റെ സ്നേഹകരം വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും അങ്ങയുടെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. അങ്ങ് എല്ലാ വഴികളിലും നല്ലവനും അങ്ങയുടെ ദയ എന്നേക്കും ഉള്ളതുമാകുന്നു. അങ്ങയുടെ ചിന്തകൾ ഞങ്ങളുടെ ചിന്തകളെക്കാളും അങ്ങയുടെ വഴികൾ ഞങ്ങളുടെ വഴികളെക്കാളും ഉന്നതമാണെന്ന് സമ്മതിച്ചുകൊണ്ട് താഴ്മയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്നു. കർത്താവെ, ഞങ്ങളുടെ മാനുഷിക ബലഹീനതയിൽ കഷ്ടപ്പാടുകളെ ഞങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. വേദന ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുമ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്യുകയും എതിർക്കുകയും ചിലപ്പോൾ അങ്ങയുടെ സ്നേഹത്തെ സംശയിക്കുകയും ചെയ്യുന്നു. ലൗകിക കണ്ണുകളാൽ മാത്രം കാണുകയും നിത്യതയുടെ കണ്ണുകളാൽ കാണാതിരിക്കുകയും ചെയ്യുന്ന ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശിക്ഷിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. അപരിചിതരെ പോലെ അല്ല, മറിച്ച് മക്കളായി ഞങ്ങളെ കരുതുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരം ഞങ്ങളെ തിരുത്തുമ്പോഴും അങ്ങയുടെ ഹൃദയം ഞങ്ങളെ ഒരിക്കലും കൈവിടുന്നില്ല. ഓരോ പരീക്ഷണവും ഓരോ കണ്ണുനീരും ഓരോ വേദനയും അങ്ങയുടെ അറിവോടെയാണെന്നും അവ ദൈവികവും വീണ്ടെടുപ്പിന് ഉതകുന്നതുമായ ഉദ്ദേശത്തിനായി മാത്രമാണ് അനുവദിക്കുന്നതെന്നും വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ അങ്ങയിലേക്ക് ഞങ്ങൾ നോക്കുന്നു. അങ്ങ് ക്രൂശിനെ സഹിക്കുകയും അപമാനം അലക്ഷ്യമാക്കുകയും പിതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുകയും ചെയ്തു. ഞങ്ങളുടെ ഇരുണ്ട നിമിഷങ്ങളിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിനപ്പുറം മഹത്വമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ ഞങ്ങളുടെ കുരിശ് വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ, ഈ താൽക്കാലിക ജീവിതത്തിനപ്പുറം കാണാനുള്ള ആത്മീയ കണ്ണുകൾ ഞങ്ങൾക്ക് നൽകണമേ. കഷ്ടപ്പാടുകളെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്നും സുഖലോലുപതയുടെ വഞ്ചനയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ.
സുഖസൗകര്യങ്ങളെക്കാൾ നീതിയെയും ഉല്ലാസത്തെക്കാൾ അനുസരണത്തെയും ലോകത്തിൻ്റെ അംഗീകാരത്തെക്കാൾ അങ്ങയുടെ പ്രസാദത്തെയും വിലമതിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ നിത്യ സത്യത്തിൽ ഉറപ്പിക്കണമേ. ദൈവമായ പിതാവേ, പാപമാണ് ഈ ലോകത്തിൽ കഷ്ടപ്പാടുകൾ കൊണ്ടുവന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എന്നാൽ അങ്ങയുടെ കൃപ പാപത്തേക്കാൾ വലുതാണ്. ഞങ്ങളുടെ വേദനകളെ വീണ്ടെടുക്കുന്നതിനും ശിക്ഷണത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നതിനും അങ്ങേക്ക് നന്ദി. ഓരോ കഷ്ടപ്പാടും ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് ഞങ്ങളെ കൂടുതൽ രൂപപ്പെടുത്തുമാറാകട്ടെ. അങ്ങയുടെ നിത്യരാജ്യത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഓരോ പരീക്ഷണവും അങ്ങയുടെ സ്നേഹത്തിൻ്റെ പ്രകടനമായിരുന്നുവെന്നും ഓരോ തിരുത്തലും അങ്ങയുടെ കരുതലിൻ്റെ അടയാളമായിരുന്നുവെന്നും ഓരോ ദുഃഖവും നിത്യമഹത്വത്തിൻ്റെ വിത്തായിരുന്നുവെന്നും തിരിഞ്ഞു നോക്കി കാണുവാൻ ഞങ്ങൾക്ക് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദിവസം വരെ കർത്താവെ, ഞങ്ങളെ വിശ്വസ്തരായി കാക്കണമേ. ഞങ്ങളെ എളിയവരായി നിലനിർത്തണമേ. അങ്ങയുടെ സ്നേഹകരങ്ങളിൽ ആശ്രയിക്കുന്നവരായി ഞങ്ങളെ സൂക്ഷിക്കണമേ. നന്ദിയോടും സമർപ്പണത്തോടും കൂടെ ഈ പ്രാർത്ഥന ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയതും ശക്തവുമായ നാമത്തിൽ തന്നെ. ആമേൻ. യേശു നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.